അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ദ ഐഗൺ വാല്യൂ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ലാംഡ, അതിന് ഐഗൺ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് n/n മെട്രിക്സ് എ എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് എ കോളം മെട്രിക്സ് കെ സച്ച് ദാറ്റ് എ ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കെ. ഈ എയും കെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും n/n മെട്രിക്സും പിന്നെ ഒരു കോളം മെട്രിക്സും അല്ലേ, അപ്പോൾ ഒരു n/1 മെട്രിക്സും അല്ലേ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? n/1 മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു കോളം മെട്രിക്സ് തന്നെ കിട്ടും. ഈ കോളം മെട്രിക്സ് കെയിനെ ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ കൊണ്ട് എല്ലാം കെയിനുള്ള എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ശരിയാവുന്ന രീതിയിൽ ഒരു കോളം മെട്രിക്സ് കിട്ടുമെങ്കിൽ നമ്മൾ പറയും ലാംഡ ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് എ എന്ന് പറയും. എൻ്റെ കെക്ക് പറയുന്ന പേരപ്പം ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ അല്ലെങ്കിൽ ഐഗൺ വെക്റ്റർ എന്നായിരിക്കും. അപ്പോൾ എ കെ ഈസ് ഈക്വൽ ടു ലാംഡ കെ എന്ന രൂപത്തിലൊരു കെ എക്സിസ്റ്റ് ചെയ്യണം. നമുക്ക് എ അറിയാം, സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു ലാംഡ എന്ന് പറയുന്ന നമ്പർ അതിനനുസരിച്ച് കിട്ടണം, ഒരു കെയും കിട്ടണം, സച്ച് ദാറ്റ് എ കെ ഈസ് ഈക്വൽ ലാംഡ കെ ആവുന്ന രീതിയിൽ. ഈ കെ എന്നത് നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. സച്ച് എ കെ നോട്ട് ഈക്വൽ ടു സീറോ. എല്ലാം സീറോ ആവരുത്. കെയിലെ ആ കോളം മെട്രിക്സ് ആണല്ലോ, ഇതെല്ലാം സീറോ ആവരുത്. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഐഗൺ വെക്റ്റർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദിസ് ഐഗൺ വാല്യൂ ഓർ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഫസ്റ്റ് നമുക്കത് മനസ്സിലാകാൻ വേണ്ടി ഒരു വെരിഫിക്കേഷൻ ആണ്. ഇവിടെ ഒരു കെ എന്ന് പറഞ്ഞ കോളം തന്നിട്ടുണ്ട്. 1 - 1 1 ഒരു കോളം വെക്റ്ററാണ് അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആണ്. ഇത് ഐഗൺ വെക്റ്റർ ഓഫ് 3/3 മെട്രിക്സ്, ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വെക്റ്ററാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ഐഗൺ വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ കെ ഈക്വൽ ടു ലാംഡ കെ ആവുന്ന രീതിയിൽ ഒരു ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. ആ ലാംഡയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എ കെ കാണാം. എ കെ എന്ന് പറഞ്ഞാൽ എയും കെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. R1 C1 മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് ഫസ്റ്റ്. R2 C2 സെക്കൻഡ് നമ്പർ, R3 C3. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോളം കിട്ടും. -2 to -2. എ കെ ഈക്വൽ ടു ലാംഡ കെ ആവുക എന്ന് പറഞ്ഞാൽ എ കെ നമ്മളിവിടെ കണ്ടുപിടിച്ചു, -2 to -2 ആണ്. ഈക്വൽ ടു ലാംഡ ഇൻറ്റു കെ എന്ന് എഴുതുമ്പോൾ ഇത് ശരിയാവുന്നത് ഇതിൽ നമുക്ക് -2 പുറമെ എടുത്താൽ ബാക്കി ഉണ്ടാവും 1 - 1 1 ആയിരിക്കും. -2 × 1 - 1 വേണമെന്ന് ലെഫ്റ്റ് സൈഡ് എഴുതാം. റൈറ്റ് സൈഡ് ലാംഡ ഇൻറ്റു 1 അങ്ങനെ എഴുതുമ്പോൾ ലാംഡ -2 ആയിരിക്കും. ആ തരത്തിൽ നമുക്ക് ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ഫോർ ദ ഐഗൺ വെക്റ്റർ 1 - 1 1 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ സംഗതി എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ നോക്കാം. ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. എ കെ ഈക്വൽ ടു ലാംഡ കെ എന്ന് എഴുതുകയാണ്. ഇവിടെ എയും കെയും മെട്രിക്സാണ്, ലാംഡ നമ്പറാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സൗകര്യത്തിന് എ കെ ഈസ് ഈക്വൽ ലാംഡ ഇൻറ്റു ഐ കെ എന്ന് എഴുതാം. കാരണം ഐ ഐഡൻറ്റി മെട്രിക്സ് അല്ലേ. അപ്പോൾ ഐ കെ എഴുതിയാൽ കെ തന്നെയാണ്. ഐ കെ എന്ന് പറഞ്ഞാൽ കെ തന്നെയാണ്. വേറെ ഐ ഇസ് ഐഡൻറ്റി മെട്രിക്സ്, സോ ദാറ്റ് കെയിന് ഐ കെ എന്ന് എഴുതാം. രണ്ടും തന്നെയാണ്. ഐ കൊണ്ട് ഐഡൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു സൗകര്യത്തിന് രണ്ട് സൈഡും നോക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഒരു സൈഡ് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. ഇതൊക്കെ മെട്രിക്സ് ആണ്, ഇതും മെട്രിക്സ് ആണ്, ഇതും മെട്രിക്സ് ആണ്. അപ്പോൾ മൈനസ് ചെയ്താലും മെട്രിക്സ് ആയിരിക്കും. മൈനസ് ചെയ്താൽ പക്ഷേ സീറോ കിട്ടും, പക്ഷേ സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ എ കെ മൈനസ് ലാംഡ ഐ കെ ഈക്വൽ ടു സീറോ എന്നതിൻ്റെ അർത്ഥം, സീറോ മാട്രിക്സ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് രണ്ടിലും കെ ഉണ്ട്. ആ മെട്രിക്സ് പുറമെ എടുത്ത്, കാരണം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒക്കെ മെട്രിക്സിനുണ്ട്. കെ പുറമെ എടുത്താൽ എ മൈനസ് ലാംഡ ഇൻറ്റു കെ എന്ന് സീറോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യത്തിന് ഈക്വലൻ്റാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നത് എന്നുള്ള മനസ്സിലാക്കാനാണ് നോട്ട് എഴുതിയത്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഏതാണ് ഐഗൺ വാല്യൂസ് എന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഐഗൺ വാല്യൂസ് എ മൈനസ് ലാംഡ ഐ കണ്ടാൽ ഏതാണെന്നുള്ള മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ 3/3 മെട്രിക്സ് ആണ് എങ്കിൽ ഐ എന്തെടുക്കും? 1 0 0 0 1 0 0 0 1 എടുക്കും. പിന്നെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ന് എൻ്റെ സ്ഥാനത്ത് ലാംഡ ഉണ്ടാവും, ബാക്കി ഒക്കെ സീറോ തന്നെ ആയിരിക്കും. ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ ഉണ്ട്. അപ്പോൾ എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന രൂപത്തിലാവുമ്പോൾ നമുക്ക് ലാംഡയും അറിയില്ല, കെയും അറിയില്ല.
അപ്പോൾ ലാംഡ കണ്ടുപിടിച്ചാൽ കെ കണ്ടുപിടിക്കും. ഓരോ ലാംഡയ്ക്ക് കണക്കാക്കി ഓരോ കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇൻറ്റു 0 വരുമ്പോൾ ഇത് 0 ആവുന്ന രീതിയിൽ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവുന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ തന്നുള്ള മെട്രിക്സാണ് അതിലെ നമ്പേഴ്സ് നമുക്കറിയാം, ഐ അറിയാം, ലാംഡ മാത്രമേ അറിയാത്തുണ്ടാവും. അപ്പോൾ അത് ഇക്വൽ ടു 0 എന്ന് കഴിയുമ്പോൾ ലാംഡയിലുള്ള ഇക്വേഷൻ ഇക്വൽ ടു 0 എന്നാവും. അപ്പോൾ ലാംഡയുടെ വില കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഈ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നും ഐഗൺ വാല്യൂ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് ഐഗൺ വെക്ടർ കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള മെത്തഡാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1, ഗിവൺ എ തന്നുള്ള മെട്രിക്സ് ഉണ്ട്, നമുക്ക് ഇതേ തന്നിട്ടുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ഉടനെ ഫോം ചെയ്യുക, എ മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് 0 എന്ന് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ അറിയാത്തത് എന്തുണ്ടാവും, ലാംഡ മാത്രമേ ഉണ്ടാവും. സോൾവ് ഫോർ ലാംഡ. അപ്പോൾ ലാംഡയുടെ വില ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ഇങ്ങനെ വാല്യൂസ് കിട്ടുമെന്ന് വിചാരിക്കും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, പുട്ട് ലാംഡ ഈസ് ഈക്വൽ ലാംഡ 1 ആദ്യത്തെ വാല്യൂ ആൻഡ് കെ ഈസ് ഈക്വൽ ടു K1. ഒരു K1 ആയിരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എ മൈനസ് ലാംഡ 1 ഐ ഇൻറ്റു K1 ഈക്വൽ ടു 0. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ K1 അറിയില്ല, അറിയാത്ത K1 ആണ്, ലാംഡ 1 നമുക്കറിയാം. അപ്പോൾ അറിയാത്ത നമ്മൾ XY സെറ്റ് അങ്ങനെ എടുത്താൽ മതി. ഇതൊരു കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിരിക്കും, ഈക്വൽ ടു 0 എന്നാവും. അപ്പോൾ സോൾവ് ചെയ്യാനുള്ളതൊക്കെ നമുക്കറിയാം, നേരത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നില്ലേ, അതുപോലെ സോൾവ് ചെയ്താൽ K1 കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ അടുത്തത് ലാംഡയ്ക്ക് ലാംഡ 2 എടുക്കുക, കെക്ക് വേറൊരു XY സെറ്റ് എന്നോ അല്ലെ വേറെ എന്തെങ്കിലും എടുക്കുക, അതിനനുസരിച്ച് ഇത് സോൾവ് ചെയ്താൽ എ മൈനസ് ലാംഡ 2 ഐ ഈക്വൽ ടു K2 ഈക്വൽ ടു 0 സോൾവ് ചെയ്താൽ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത ലാംഡ 2 കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ K2 കിട്ടും. ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. ലാംഡ 3 ഉണ്ട്, അതിനും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് ഐഡിയ കിട്ടും. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 to 1, 6, -1, 0, -1, -2, -1. ഈ 3x3 മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എപ്പോഴും തരാം. എ മൈനസ് ലാംഡ എന്ന് ഉണ്ടാക്കുന്ന നോക്കി, വളരെ എളുപ്പമാണ്. എ മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്തെടുക്കണം, ഐഡൻറ്റി മെട്രിക്സ്. ഇതിന് കണക്കാക്കി 1 0 0 0 1 0 0 0 1. അപ്പോൾ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ, എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യില്ലേ മെട്രിക്സിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ലേ. ലാംഡ ഇൻറ്റു 1 ലാംഡ വരും, ലാംഡ ഇൻറ്റു 0 ഇതൊക്കെ 0 ആയി. അവിടെ ഇവിടെ ലാംഡ ഇൻറ്റു 1, അപ്പോൾ ഇത് മാത്രം ലാംഡ വരും, അങ്ങനെ വരും. ഇതാണിത്. മൈനസ് എന്ന് അറിയാലോ, മെട്രിക്സ് മൾട്ടിപ്ലൈ 1 മൈനസ് ലാംഡ, ബാക്കി 2 - 0 അങ്ങനത്തെ വരും. എന്ന് പറഞ്ഞാൽ ഇത് എയും ഇതായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഡയഗണലിൽ മാത്രം ഒരു മൈനസ് ലാംഡ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഡയഗണലിൽ മാത്രം ഒരു മൈനസ് ലാംഡ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ എ മൈനസ് ലാംഡ ഈ കാണാൻ എളുപ്പമാണ്. ഡയഗണലിൽ മാത്രം ഒരു മൈനസ് ലാംഡ എന്നിട്ടാൽ മതി. ഓക്കെ, എ എന്നുള്ള മാറ്റം അതാണ്. എ മൈനസ് ലാംഡ ഈ കാണുമ്പോൾ എ മൈനസ് ലാംഡ ആക്കാൻ എന്താ എളുപ്പം, ഡയഗണൽ മെയിൻ ഡയഗണൽ മൈനസ് ലാംഡയുടെ എല്ലാവിടെയും ശ്രദ്ധിക്കുക, എവിടെ നോക്കിയേ, അങ്ങനെ വരും. ബാക്കി എല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആക്കണം. ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയാലോ. ഡിറ്റർമിനൻറ്റ് കാണാൻ എങ്ങനെയാണ്, ദിസ് ഇൻറ്റു അത് നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് മൈനസ് എന്നിട്ട് അടുത്ത് അല്ലെ, മൈനസ് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കാണുന്നത് സെക്കൻഡ് റോ അനുസരിച്ചാണ് ഡിറ്റർമിനൻറ്റ് കാണുന്നത്. എളുപ്പം അതാണ്. സെക്കൻഡ് റോ അനുസരിച്ച് ഡിറ്റർമിനൻറ്റ് കാണാൻ കാരണം എന്താ, സെക്കൻഡ് റോയിൽ ഒരു 0 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ടൈം വരുമ്പോഴേക്ക് 0 ഇൻറ്റു എന്ന് വരുന്നതുകൊണ്ട് അത് എളുപ്പമാണല്ലോ. അതിനുവേണ്ടി സെക്കൻഡ് റോ ആണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു മെട്രിക്സിൻ്റെ ചിഹ്നം നോക്കണം, പ്ലസ് അടുത്ത മൈനസ്, തൊട്ട് അടുത്ത് വരുന്ന മൈനസ്, അങ്ങനെ മാറി മാറി വരും. ഇതാണ് ചേഞ്ച്. അപ്പോൾ സെക്കൻഡ് റോയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മൈനസാണ്, പിന്നെ പ്ലസ്സാണ്, പിന്നെ മൈനസാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ഇടുന്നത്, മൈനസ് ഉണ്ട്, -6 ഇൻറ്റു ഉണ്ടോ. സെക്കൻഡ് റോയിൽ 6 എന്നല്ല ഇടേണ്ടത്, -6 ഇടും. കാരണം അത് ഇവിടെ നോക്കിയാൽ അറിയാം പൊസിഷൻ -6. അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കിയ ബാക്കിയുള്ളത് 2 1 -2 -1 മൈനസ് ലാംഡ. അതാണ് ഈ ഡിറ്റർമിനൻറ്റ്. ആദ്യം നിങ്ങൾ ഏത് റോയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കി, എന്താണ് സെക്കൻഡ് റോയ്ക്ക് അനുസരിച്ച്. സെക്കൻഡ് റോയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ കാരണം, ഡിറ്റർമിനൻറ്റ് കാണാൻ കാരണം ഇവിടെ 0 ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ തേർഡ് കോളത്തിനനുസരിച്ച് ചെയ്യണം, അങ്ങനെ ചെയ്യാം. തേർഡ് കോളത്തിനനുസരിച്ചും കാണാം. എനിവേ നിങ്ങളിഷ്ടമുള്ള ചെയ്യാം. ഞാനിവിടെ സെക്കൻഡ് റോയിനനുസരിച്ച് ചെയ്യും. അപ്പോൾ സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇവിടെ മൈനസാണ്, അടുത്ത പ്ലസ്സാണ്, പിന്നെ മൈനസാണ്. അപ്പോൾ സാധാരണ എപ്പോഴും പ്ലസ് ആദ്യം ഉണ്ടാവുക, ഇത് മൈനസാണ്. തേർഡ് കോളത്തിനനുസരിച്ചാണ് പ്ലസ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് മാറി മാറി വരണം, അത് ശ്രദ്ധിച്ചാൽ മതി. ഈക്വൽ ടു 0 ആയതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങളിപ്പോൾ എടുത്ത് തെറ്റിപ്പോയാലും പ്രശ്നമില്ല. ഇവിടെ +6 എടുത്താലും തെറ്റൊന്നുമില്ല, അടുത്തേക്ക് മൈനസ് എടുക്കുമല്ലോ.
ഈക്വൽ ടു 0 ആയതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും വരില്ല. എനിവേ ഇവിടെ ഞാനത് കൃത്യമായിട്ട് കാണിച്ചാണ്, അതുകൊണ്ടാണ് മൈനസ് ഇടാൻ കാരണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ ആദ്യത്തെ എലമെൻറ്റ് 6 ആണ്, അപ്പോൾ -6 ഇടും ഇൻറ്റു അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ഇതും ഈ 6 നിൽക്കുന്ന റോയും 6 നിൽക്കുന്ന കോളവും ഒഴിവാക്കി ബാക്കിയുള്ളതാണല്ലോ നമ്മൾ പറയുക ഫാക്ടർ 2 1 -2 -1 -λ. അതാണ് ഇങ്ങനെ ഡിറ്റർമിനൻറ്റ്. അടുത്ത -1 അടുത്ത ചിഹ്നം പ്ലസ് ആയി. അപ്പോൾ അടുത്ത നമ്പർ ഏതാ? -1 -λയാണ്. അപ്പോൾ അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കി 1 - λ 1 -1 അതാണ് അടുത്ത ഡിറ്റർമിനൻ്റ് എഴുതി. അടുത്ത ചിഹ്നം -0 ഇൻറ്റു 0 നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കി എഴുതി. പക്ഷേ ഇതിന് നമുക്ക് വേണ്ടല്ലോ, 0 ഇൻറ്റു വന്നില്ലേ, അപ്പോൾ അത് പോയിപ്പോൾ. അപ്പോൾ ഇനി സിംപ്ലിഫിക്കേഷനാണ്. -6 ഇൻറ്റു ഡിറ്റർമിനൻ്റ് കാണുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ മൈനസ് ഇത് അത് എഴുതി. അടുത്തത് അങ്ങനെ തന്നെ എഴുതി. ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതി. പിന്നെയൊക്കെ സിംപ്ലിഫിക്കേഷനാണ്. 2 × -1 -2 λ പ്ലസ് 2 -6 പുറമേണ്ട്. ഇവിടെ -1 -λ ഉള്ളിൽ 1 -1 -λ എഴുതി. പിന്നെ +1 ലാസ്റ്റ് ഉണ്ട്. കുറേ ക്യാൻസലേഷനൊക്കെ വരും. ലാസ്റ്റ് ഇവിടെ λ² ഉണ്ടാവും ഇവിടെ, അതാണ് ഈ ബ്രാക്കറ്റിൽ λ² ഉണ്ടാവും. ഈ ബ്രാക്കറ്റിൽ -2 λ ഉണ്ടാവും മൈനസ്, അപ്പം 12 λ ആയി. ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ -λ² -λ³ ഈക്വൽ ടു 0 ആയി. ഇനി മൊത്തത്തിലൊരു മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ +λ³ ആക്കാം. +λ³ +λ² -12 λ ഈക്വൽ ടു 0 എന്നായി. ഇവിടുന്ന് എല്ലാത്തിലും ലാംഡയിലോട്ട് പുറമെ എടുത്തു. λ λ² പ്ലസ് λ -12 ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് 0 ആവണം. അപ്പോൾ λ 0 ആവണം. ഇത് അല്ലെങ്കിൽ λ² പ്ലസ് λ -12 0 ആവണം. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് -p + or -√b² - 4ac/2a എന്ന് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ലാംഡയ്ക്ക് ഒന്ന് വാല്യൂ 0, ഒരു വാല്യൂ 3, ഒരു വാല്യൂ -4, ഇങ്ങനെ 3 വാല്യൂസ് കിട്ടും. അപ്പോൾ നമ്മൾ λ1 λ2 λ3 എടുക്കുക. λ1 0, λ2 3, λ3 -4 എടുക്കുക. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടി. ഇനി ഇതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ്, ഓരോന്നിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് കാണുന്നതാണ് ഓരോ കേസായിട്ട് പറയുന്നത്. ഫസ്റ്റ് കേസ് നമ്മൾ λ1 0 എടുക്കുക. λ1 0 എടുത്താൽ അതിന് കണക്കാക്കി കിട്ടുന്ന ഐഗൺ വാല്യൂ k1 എന്ന് എടുക്കുക. അതറിയില്ല, അത് XYZ എന്ന് എടുക്കുക. എന്തായാലും ഒരു കോളം വെക്റ്റർ ആയിരിക്കും, XYZ എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ അതിന് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇക്വേഷൻ എന്താ? a - λ × k = 0 എന്നല്ലേ. അപ്പോൾ ലാംഡയുടെ സ്ഥാനത്ത് λ1, kൻ്റെ സ്ഥാനത്ത് k1 കൊടുക്കുക. അപ്പോൾ a - λ1 i × k1 = 0 എന്നായി. a - λ1 × i എന്ന് പറഞ്ഞാൽ a - λ i അറിയാലോ. അപ്പോൾ ലാംഡയുടെ സ്ഥാനത്ത് എന്താക്കിയാൽ മതി? ഇത് 0 ആക്കിയാൽ മതി. അപ്പോൾ നമുക്കത് അതിനനുസരിച്ച് കിട്ടും. ഓക്കെ, a - λ i എന്നുള്ളത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിതാണ്. ഇത് a - λ1 i ആവണമെങ്കിൽ ഇവിടെ ലാംഡ കാണുന്നത് λ1 ആക്കിയാൽ മതി. ഇതാ ചെയ്യാം, അതാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നത് നോക്കി, λ1 ആക്കി ഇൻറ്റു XY k1 = 0. 0 എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ്. ഓക്കെ, ഇനി ഇവിടെ λ1 എത്രയാണ്? 0 ആണ്. അപ്പോൾ അതുകൂടി 0 എന്ന് കൊടുത്താൽ എന്തായി? 1 2 1 6 1 0 0 ആണേ. അവിടെ 0 എന്ന് കിട്ടാണ്, 0 ഇൻറ്റു XY 0. അപ്പോൾ ഇത് എന്തായി? സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ആയി. അറിയാത്തത് x1 x2 x3 അല്ലെങ്കിൽ XYZ ആണ്. അപ്പോൾ നേരത്തെ പോലെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കുക. കണ്ടോ, ഇതിനോട് ഇതുകൂടി കൂടിച്ചേർത്തു. പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ലീഡിങ് 1 ഉണ്ട്, കുഴപ്പമില്ല. അതിന് താഴെയുള്ള 0 ആക്കണം അല്ലേ. അപ്പോൾ ഇത് 2 0 ആക്കണം, 6 0 ആക്കണം, -1 0 ആക്കണം. അതുകൊണ്ട് 6 0 ആണ്, 6 - 6 ആവണം. അപ്പോൾ R2 ന്ന് 6 ടൈംസ് R1 കുറയ്ക്കണം, R2 - 6 R1. അതുപോലെ -1 0 ആവണം, അതിന് ഇതിനോട് 1 ആഡ് ചെയ്യണം. അപ്പോൾ ഈ റോ ആഡ് ചെയ്താൽ മതി, ഈ 1 ആഡ് ചെയ്താൽ എന്ന് വെച്ചാൽ R3 R1 ആഡ് ചെയ്യണം, R3 + R1. അപ്പോൾ ഈ ഫസ്റ്റ് ചെയ്യുന്നതിനാണ് ചേഞ്ച് വരിക അല്ലേ. അപ്പോൾ R2 R3 ചേഞ്ച് വരാൻ പോവുകയാണ്. ഉണ്ടോ? മറ്റേ അങ്ങനെ തന്നെ R1 അങ്ങനെ തന്നെ ഉണ്ടാവും. മറ്റേ ചേഞ്ച് വരുമ്പോൾ ഇത് 2 0 ആയിക്കോളും. അപ്പോൾ 1 ഇതായ 0 ആയി. ഇനി സെക്കൻഡ് റോയിൽ ഉള്ള കാര്യമാണ് നോക്കേണ്ടത്. ഈ -13 ആണ്, അത് 1 ആക്കണം, ലീഡിങ് 1 ആക്കണം. അതുകൊണ്ട് നമ്മൾ -1/13 കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. തേർഡ് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആയിപ്പോയി. അപ്പോൾ ഇത് എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്, ഈ തരത്തിൽ ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. x + 2y + 0 z = 0 എന്ന രൂപത്തിലും മാറ്റുകയാണ്. അല്ല, 1z = 0. അടുത്ത 0x - 13y - 6z = 0. അപ്പോൾ ഇത് അടുത്തത്. മൂന്നാമത്തെ 1 0 റോ വന്നു. 1 0 റോ വന്നുകൊണ്ട് 1 ഫ്രീ വേരിയബിളാണ്. അപ്പോൾ x3 എന്നിട്ട് t എടുത്തു. അപ്പോൾ x3 t എടുത്താൽ x3 എന്ന് പറഞ്ഞാൽ ഇവിടെ z t എടുത്തു.
അപ്പോൾ അതിനനുസരിച്ചിട്ട് മറ്റേത് കണ്ടുപിടിക്കുക അല്ലേ. എക്സ് ഈക്വൽ ടി, എക്സ് എന്നാണ് അവിടെ എഴുതിയത്, പക്ഷേ സെഡാണ്. ഫ്രീ വേരിയബിൾ എക്സ് ഈക്വൽ ടി എന്നുള്ളത് നമ്മൾ ശരിക്കും എന്തെടുത്താൽ മതി, സെഡ് ഈക്വൽ ടി എന്നെടുത്താൽ മതി. സെഡ് ഈക്വൽ ടി. അപ്പോൾ സെഡ് ഈക്വൽ ടി ഇവിടെ കൊടുത്താൽ പുട്ട് സെഡ് ഈക്വൽ ടി. അപ്പോൾ -13/-6t, ഇവിടെ 6t ഇവിടെ 0 ആയി. അപ്പോൾ y അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അതുപോലെ ഇവിടെയും അവിടെ സെഡിന് ടി കൊടുത്താൽ വൈക്ക് -6/13t കൊടുത്താൽ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്തു. അങ്ങനെ എക്സ് മാത്രം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഇനി പർട്ടിക്കുലറായിട്ട് ടിക്ക് ഏത് വില എടുക്കുക, ടിക്ക് 13 എടുത്താൽ സൗകര്യം അതാണ്. ടിക്ക് 13 എടുക്കുക എന്നുവെച്ചാൽ എളുപ്പമാണ്. ടിക്ക് 13 എടുത്താൽ ഇതൊക്കെ നമുക്ക് ഇൻഡിജേഴ്സ് ആയിട്ട് മാറും. സെഡിന് ഏത് വില എടുക്കുക, സെഡ് ടി അല്ലേ. അപ്പോൾ 13 എടുത്താൽ സൗകര്യമുണ്ട്. അപ്പോൾ എക്സ് എന്തേലും -1/13t അല്ലേ. അപ്പോൾ -1/13 × 13, ടിക്ക് 13 എടുത്ത്. അപ്പോൾ അത് -1 ആൻസറായി. y എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ, -6/13 × t ആണ്. അപ്പോൾ -6/13 × 13, അപ്പോൾ -6 ആയി. സെഡ് എന്ന് പറഞ്ഞാൽ ടി തന്നെ 13. അപ്പോൾ -1 -6 13 എന്ന രൂപത്തിൽ എക്സും വൈയും സെഡും കിട്ടി. ഇതൊക്കെ ഒരു വാല്യൂ മതി, നമുക്ക് ഒരു വെക്ടർ മതി. അപ്പോൾ ടിക്ക് 13 കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ടിക്ക് നമ്മൾ 0 എടുക്കേണ്ട ആവശ്യമില്ല. 0 എടുത്താൽ 0 0 0 എന്നായിപ്പോൾ എല്ലാം. അപ്പോൾ വരേണ്ടത് എപ്പോഴും എന്താണ്, നോൺ സീറോ വെക്ടറാണ് വരേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ നോൺ സീറോ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ടിക്ക് 0 കൊടുക്കാൻ പാടില്ല. പക്ഷേ സൗകര്യത്തിന് ഇവിടെ 13 കൊടുത്തു. അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. അപ്പോൾ K1 എന്ന് പറഞ്ഞാൽ നമ്മൾ XY സെറ്റിൽ എടുത്തത് -1 -6 13. അതാണ് ഐഗൺ വെക്ടർ ഓഫ് ഏതിൻ്റെ ഐഗൺ വാല്യൂ λ1 = 0. ഇതേപോലെ അടുത്ത ഐഗൺ വാല്യൂ നമുക്കുള്ളത് λ2 3 ആണ്. അപ്പോൾ അതിനനുസരിച്ച് K2 കണ്ടുപിടിക്കണം. K2 XY സെറ്റിൽ തന്നെ എടുത്താൽ മതി, വേറൊരു രീതിയൊന്നും എടുക്കണ്ട. നമ്മൾ അതിനനുസരിച്ച് XY സെറ്റിലേക്കാണ് ഇവിടെ. അതുപോലെ തന്നെ നേരത്തെ പോലെ എഴുതുക, a - λ2i × K2 = 0 എന്ന് എഴുതുക. അപ്പോൾ നമുക്കറിയാമല്ലോ a - λ λ2 മാത്രം മാറ്റുക. λ കാണുന്നിടത്ത് λ2 കൊടുക്കുക. അവിടെ 3 കൊടുത്താൽ മതി. അതാണ് അങ്ങനെ കൊടുത്തു. XY സെറ്റ് 0. അപ്പോൾ അത് മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ഈ തരത്തിലാണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാവുക. ഓഗ്മെൻറ്റഡ് മാട്രിക്സിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ലീഡിങ് മണ്ണാക്കണേ അത് ചെയ്യാം. അത് എന്തായാലും പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് തേർഡ് റോയിലൊരു -1 ഉണ്ടായിരുന്നു. ഫസ്റ്റ് റോയിലുള്ളത് -2 ആ ലീഡിങ് ഉള്ളത്. അപ്പോൾ അത് 1 ആക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ തേർഡിലൊരു -1 ഉള്ളതുകൊണ്ട് നമ്മൾ അതൊരു കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻ്റർചേഞ്ച് അവിടെ നടത്തി. R1ഉം R3യും തമ്മിൽ ഒരു ഇൻ്റർചേഞ്ച് നടത്തി. അതാണ് അവിടെ കാണുന്നത്. R1 R3 ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ നേരത്തെ ഈ -1 ഇവിടെയായിരുന്നു, ഈ -2 ഇവിടെയായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഈ -2 0 ആക്കാൻ കുറച്ച് 1 ആക്കാൻ കുറച്ച് പ്രയാസം ലീഡിങ്. ഇത് -1, ഇത് 1 ആക്കുക ശരിക്കും വേണമെങ്കിൽ. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആക്കുക. പക്ഷേ അതിവിടെ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതാണ് 1 -1 ആക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ -1 അങ്ങനെ തന്നെ ഇട്ടതാണ്, വെറുതെ എന്തിനാ ഒരു സ്റ്റെപ്പ്. ഇനി ഇത് 2 0 ആക്കുക നമ്മുടെ ഉദ്ദേശം. അപ്പോൾ 6 0 ആവണേ 6നോട് -6 ആഡ് ചെയ്യണം. അപ്പോൾ 6 ടൈംസ് -1 ആഡ് ചെയ്യുക. അതാണ് 6 R1 ആഡ് ചെയ്യും R2നോട്. അതാണ് ഈ പറഞ്ഞത്. ഈ -2 0 ആവണമെങ്കിൽ 2 ആഡ് ചെയ്യണം. അപ്പോൾ 2 ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ -2 × -1, അതാണ് -2 × -1, അതാണ് -2 R1. R3 = -2 R1 ഇട്ടു. ഇങ്ങനെ ഇട്ടു. ഓക്കെ. ആ തരത്തിൽ ഇത് 2 0 ആക്കി. ഇനി അടുത്ത നമ്മളെ പരിപാടി എന്താണ്, ഈ പറഞ്ഞ ഇത് ലീഡിങ് 1 ആക്കണം. അതിനുവേണ്ടി -1/16 കൊണ്ട് R2നെ മൾട്ടിപ്ലൈ ചെയ്തു. അതിങ്ങനെയായി. ഇനി നമുക്ക് ഇതാണ് 0 ആക്കണം. ഈ 1ന് താഴെയുള്ളത് ഇത് 0 ആക്കണം. ഇത് 0 ആണ്. 6 - 6 അല്ലേ. അപ്പോൾ R3 - 6 × R2 ആക്കണം. R3ക്ക് മാറ്റം വരും. -6 × R2 ആക്കി. അപ്പോൾ 0 റോ ആയിപ്പോവും. അപ്പോൾ നേരത്തെ പോലെ ഇത് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതി. 1 0 റോ ഉള്ളത് കൊണ്ട് 1 വേരിയബിൾ സെഡ് ടി എന്നെടുത്തു. ഫ്രീ വേരിയബിൾ സെഡ് ടി എന്നെടുത്തു. ലാസ്റ്റ് സെഡ് ടി എന്നെടുത്തു. ആ സെഡ് ടി എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ y കിട്ടും. അപ്പോൾ വൈയും സെഡും കിട്ടിയിട്ട് എക്സ് കിട്ടും. കാൽക്കുലേഷൻ എക്സ് കിട്ടി. അപ്പോൾ സൗകര്യത്തിന് ടിക്ക് 2 എടുത്താൽ നമുക്ക് എളുപ്പത്തിൽ 3 വാല്യൂസ് കിട്ടും. അതാണ് K2 XY സെഡ് എന്നുള്ളത്. -2 -3 2 കിട്ടി. ഇതാണ് ഐഗൺ വെക്ടർ ഓഫ് ഏത് λ2 = 3ൻ്റെ രണ്ടാമത്തത്. ഇതുപോലെ λ3 = -4 എടുക്കുക. അതിന് കണക്കാക്കി ഒരു K3 XY സെഡ് എന്ന് എടുക്കുക. a - λ3i × K3 0 എന്നിടുക. λ വരുന്നിടത്ത് λ3 അതായത് -4 കൊടുത്ത് എഴുതി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കി. ഇത് തന്നെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്. ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ അടുത്തതും നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് കൃത്യമായിട്ട് വായിച്ച് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ഒന്നും വായിക്കാൻ പാടില്ല, വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നുകൂടി നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതിൻ്റെ
ആൻസറിലെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് അത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സമയം എടുക്കും നമുക്ക്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചെയ്തൊരു ശീലമാവണം. ഓക്കെ. എന്തായാലും പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ തെറ്റിപ്പോയാലും പേടിക്കേണ്ട, നമ്മൾ കുറേ മാർക്ക് കിട്ടും. അപ്പോൾ ഈ മെത്തേഡാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതിനനുസരിച്ച് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. തന്നിട്ടുള്ള മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കാൻ. അതിന് ഒരു ഡയഗണലിൽ മാത്രം മൈനസ് ലാംഡ ഇട്ട് കൊടുത്താൽ മതി. അതിന് ഡിറ്റർമിനൻറ്റ് കാണാം. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഡിറ്റർമിനൻറ്റ് കണ്ട് സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ലാംഡയിലുള്ള ഇക്വേഷൻ വരും, അത് സോൾവ് ചെയ്യുക. എന്നിട്ട് ഓരോ ലാംഡയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.